$1 ബില്യൺ നൽകിയിട്ടുണ്ടെങ്കിൽ ലോക സമാധാനത്തിന് ഒരു സീറ്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ബോർഡ് ഓഫ് പീസ് ഓഫർ ലോകരാജ്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യ മാത്രം എന്തുകൊണ്ട് പുറത്തു നിൽക്കുന്നു? പാകിസ്ഥാൻ പോലും ഈ സമിതിയിൽ ഇടം പിടിച്ചപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്തുകൊണ്ട് മടിച്ചു നിൽക്കുന്നു? ഇത് ഇന്ത്യയുടെ നയതന്ത്ര പരാജയമാണോ, അതോ വരാനിരിക്കുന്ന വലിയൊരു ചതുരംഗ കളിയാണോ? UN ഹൗസ് ഓഫ് സ്കോട്ട്ലൻഡിലെയും സിറ്റിസൺസ് അഡ്വൈസ് ബ്യൂറോയിലെയും എന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തില് ട്രംപിന്റെ ഈ നീക്കത്തിന് പിന്നിലെ ഇന്ത്യയുടെ യഥാർത്ഥ മാസ്റ്റർ പ്ലാന് എന്താണെന്ന് നമുക്കത് പരിശോധിക്കാം. ഗ്ലോബൽ ടോക്സ് വിത്ത് അഭിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബോർഡ് ഓഫ് പീസ് എന്ന പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണവും പുനർനിർമ്മാണവും ലക്ഷ്യമിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സമിതിയാണ്. ഗാസയില് നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് പകരമായിട്ട് ഒരു താൽക്കാലിക ഭരണ സംവിധാനം ഏർപ്പെടുത്തുക എന്നതാണ് ഈ ബോർഡിന്റെ പ്രാഥമിക ചുമതല. ഗാസയില് ഒരു താൽക്കാലിക ഭരണ സംവിധാനം ഇന്ററിം അഡ്മിനിസ്ട്രേഷൻ നടപ്പിലാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട വശങ്ങൾ ഈ പറയുന്നവയാണ്. ഒന്നാമത്തേത് ഭരണപരമായിട്ടുള്ള വിടവ് നികത്തലാണ്. നിലവിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾ തകരുകയോ മാറ്റപ്പെടുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭരണപരമായിട്ടുള്ള ശൂന്യത ഇല്ലാതാക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. ക്രമസമാധാന പാലനം, സിവിൽ സർവീസുകളുടെ പ്രവർത്തനം എന്നിവ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് സഹായിക്കുന്നു. അടുത്തത് സുരക്ഷാ ക്രമീകരണങ്ങളാണ്. പ്രാദേശികവും അന്തർദേശീയവുമായിട്ടുള്ള സുരക്ഷാ ഏജൻസികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഗാസയിൽ സമാധാനം ഉറപ്പാക്കുക, ആഭ്യന്തര കലാപങ്ങൾ ഒഴിവാക്കാനും സായുധ സംഘങ്ങളുടെ പുനരുജ്ജീവനം തടയാനും ഈ ഭരണകൂടം മേൽനോട്ടം വഹിക്കും. ഇനിയുള്ള മറ്റൊരു കാര്യം മാനുഷിക സഹായ വിതരണമാണ്. ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള സുരക്ഷിതമായ പാതകൾ, ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർസ് ഉറപ്പാക്കുക. യുണൈറ്റഡ് നേഷൻസ് ഏജൻസികളും മറ്റ് അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളും ചേർന്നിട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക. അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. യുദ്ധത്തിൽ തകർന്ന വീടുകള്, ആശുപത്രികള്, സ്കൂളുകള്, വൈദ്യുത ജലവിതരണ ശൃംഖലകള് എന്നിവ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുക. ഇതിനാവശ്യമായിട്ടുള്ള വിദേശ ധനസഹായം സമാഹരിക്കുകയും അവ സുതാര്യമായി വിനിയോഗിക്കുകയും ചെയ്യുക. ഈ സംവിധാനം സ്ഥിരമായിട്ടുള്ള ഒന്നല്ല, മറിച്ച് ഗാസയില് സുസ്ഥിരമായിട്ടുള്ള ഒരു ജനാധിപത്യ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നതിനോ അല്ലെങ്കിൽ നിലവിലുള്ള പലസ്തീൻ അതോറിറ്റിയുമായിട്ട് സംയോജിപ്പിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ദൗത്യം. സ്വതന്ത്രവും നീതിപൂർണവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കലും നിയമ സംവിധാന പാലനവും പ്രാദേശിക കോടതികള്, പോലീസ് സേന, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയെ പുനഃസംഘടിപ്പിക്കുക പ്രധാന ചുമതലകളാണ്. സേവ് ദ ചിൽഡ്രൻ പോലുള്ള സംഘടനകളിലെ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇത്തരം താൽക്കാലിക ഭരണകൂടങ്ങളിൽ ജനറേഷൻ ഹോപ്പ് പോലുള്ള പദ്ധതികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഗാസയെ ഒരു സൈനിക രഹിത മേഖലയാക്കി മാറ്റുന്നതിനും ഹമാസിന്റെ നിരായുധീകരണത്തിനുമായിട്ട് ഈ സമിതി നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട നടപടികൾ ആണ് ഇനി പറയുന്നവ. ഒന്നാമത്തേത് സായുധ ശേഷി ഇല്ലാതാക്കല്. ഹമാസിന്റെ പക്കലുള്ള റോക്കറ്റുകള്, ചെറുകിട വൻകിട ആയുധങ്ങള്, സ്ഫോടക വസ്തുക്കള് എന്നിവ കണ്ടുകെട്ടുകയും നശിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സമിതിയുടെ പ്രധാനപ്പെട്ട ചുമതല. ആയുധ നിർമ്മാണശാലകളും സംഭരണ കേന്ദ്രങ്ങളും കണ്ടെത്തി അവ പ്രവർത്തനരഹിതമാക്കുന്നതിലൂടെ സംഘടനയുടെ സൈനിക ശേഷി പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കും. അടുത്തത് തുരങ്ക ശൃംഖലകളുടെ നിർവീകരണമാണ്. ഗാസയുടെ ഭൂമിക്ക് അടിയിലൂടെ വിപുലമായ തുരങ്ക ശൃംഖലകള് അല്ലെങ്കിൽ ടണൽ നെറ്റ്വർക്ക്സ് സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് തടയണം. ഇവ കൃത്യമായിട്ട് ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നതിനും ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ അടച്ചുപൂട്ടുന്നതിനും അന്താരാഷ്ട്ര സാങ്കേതിക വിദഗ്ധരുടെ സഹായം ഈ സമിതി ഉറപ്പാക്കും. ഇനിയുള്ള മറ്റൊരു കാര്യം ആയുധ കടത്തൽ തടയലാണ്. ഗാസയിലേക്ക് അതിർത്തികൾ വഴി ആയുധങ്ങൾ എത്തിക്കുന്ന സാഹചര്യം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം. കര, കടൽ അതിർത്തികളിലെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുന്നതിനും അന്താരാഷ്ട്ര പരിശോധന ഏജൻസികളുടെ സേവനം ഉറപ്പാക്കുന്നതിനും സമിതി മേൽനോട്ടം വഹിക്കും. സൈനിക രഹിത മേഖലയായിട്ട് പ്രഖ്യാപിക്കൽ അല്ലെങ്കിൽ ഡീമിലിറ്ററൈസേഷൻ എന്ന് പറയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഗാസയെ ഒരു പൂർണ്ണ സൈനിക രഹിത മേഖലയായിട്ട് മാറ്റുന്നതിനുള്ള നിയമനിർമ്മാണം സമിതി നടത്തും. പ്രദേശത്തെ സമാധാന പാലനത്തിനായി സായുധ സംഘങ്ങൾക്ക് പകരം നിഷ്പക്ഷമായിട്ടുള്ള ഒരു സിവിൽ പോലീസ് സേനയെ വിന്യസിക്കുകയും ആയുധങ്ങൾ കൈവശം വെക്കുന്നത് കടുത്ത കുറ്റകൃത്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും. പുനരധിവാസത്തിനും ബോധവൽക്കരണത്തിനും ഒക്കെ അമേരിക്ക വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മുൻപ് സൈനിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തികളെ സാധാരണ ജീവിതത്തിലേക്ക്
മടക്കിക്കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ സമിതി വിഭാവനം ചെയ്യുന്നു. തൊഴിൽ പരിശീലനവും മാനസികമായിട്ടുള്ള ബോധവൽക്കരണവും നൽകുന്നതിലൂടെ ആയുധം ഉപേക്ഷിക്കുന്നവർക്ക് സമൂഹത്തിൽ മാന്യമായിട്ടുള്ള ഇടം ഉറപ്പാക്കും. യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗാസയെ പുനർനിർമ്മിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ വീണ്ടെടുക്കുന്നതിനുമായിട്ട് ഈ ബോർഡ് സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട നടപടികളാണ് ഇനി പറയുന്നവ. ജനജീവിതം സാധാരണ നിലയിലാക്കാൻ അത്യാവശ്യമായിട്ടുള്ള വൈദ്യുതി, കുടിവെള്ള വിതരണം, മലിനജല സംസ്കരണം എന്നിവയ്ക്ക് സമിതി മുൻഗണന നൽകും. തകർന്ന പവർ പ്ലാന്റുകളും ജലശുദ്ധീകരണ ശാലകളും യുദ്ധകാല അടിസ്ഥാനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ട് പ്രവർത്തനക്ഷമമാക്കും. ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ സുരക്ഷിതവും ആധുനികവുമായിട്ടുള്ള പാർപ്പിട സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള മാസ്റ്റർ പ്ലാൻ ബോർഡ് തയ്യാറാക്കും. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള രീതിയിൽ നഗരങ്ങൾ പുനർരൂപകൽപ്പന ചെയ്യുന്നതിനും അന്താരാഷ്ട്ര ആർക്കിടെക്റ്റുകളുടെയും എഞ്ചിനീയർമാരുടെയും സഹായം തേടും. തകർന്ന ആശുപത്രികള്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങള്, സ്കൂളുകൾ, സർവകലാശാലകൾ എന്നിവ വീണ്ടും പടുത്തുയർത്തുക എന്നത് ബോർഡിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ആധുനിക ചികിത്സാ സൗകര്യങ്ങളും ഡിജിറ്റൽ വിദ്യാഭ്യാസ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുനർനിർമ്മാണ ശൈലിയാണ് ഇവിടെ സ്വീകരിക്കുക. തകർക്കപ്പെട്ട റോഡുകള്, പാലങ്ങള്, മറ്റ് ഗതാഗത മാർഗങ്ങള് എന്നിവ പുനർനിർമ്മിക്കും. ഇത് ഗാസയ്ക്കുള്ളിലെ ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനും സാമ്പത്തിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനും സഹായിക്കും. ഭാവിയിൽ ഗാസയുടെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ടിട്ട് തുറമുഖം, വിമാനത്താവളം എന്നിവയുടെ നിർമ്മാണത്തിലുള്ള സാധ്യതകളും ബോർഡ് പരിശോധിക്കും. പുനർനിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഭീമമായ തുക സമാഹരിക്കുന്നതിന് ലോകബാങ്ക്, IMF, വിവിധ ദാതാക്കളായിട്ടുള്ള രാജ്യങ്ങൾ എന്നിവരുമായിട്ട് ബോർഡ് ആശയവിനിമയം നടത്തും. സമാഹരിക്കുന്ന ഫണ്ട് അഴിമതിയില്ലാതെ സുതാര്യമായി വിനിയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഒരു പ്രത്യേക ഓഡിറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തും. ട്രംപ് മുന്നോട്ട് വെച്ച ഈ വിവാദപരമായിട്ടുള്ള സാമ്പത്തിക നിബന്ധനയുടെ ലക്ഷ്യങ്ങളെയും അത് ഉണ്ടാക്കാൻ ഇടയുള്ള പ്രത്യാഘാതങ്ങളെയും ഇനി പറയുന്ന രീതിയിൽ ഒന്ന് വിശകലനം ചെയ്യാം. ഒന്നാമത്തേത് തീരുമാനങ്ങളിലെ സാമ്പത്തിക സ്വാധീനമാണ്. സമിതിയിലെ അംഗത്വം ലഭിക്കാൻ $1 ബില്യൺ വേണമെന്ന നിബന്ധന രാഷ്ട്രീയ നയതന്ത്രത്തെക്കാൾ സാമ്പത്തിക ശേഷിക്ക് മുൻഗണന നൽകുന്ന ഒന്നാണ്. ഗാസയുടെ പുനർനിർമ്മാണത്തിനും ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങളിലും ലോകത്തിലെ അതിസമ്പന്ന രാജ്യങ്ങൾക്ക് മാത്രം മേധാവിത്വം ഉറപ്പാക്കുന്ന ഒരു പ്രീമിയം ക്ലബായിട്ട് ഈ സമിതി മാറാൻ ഇത് കാരണമാകും. ഗാസയെ വീണ്ടെടുക്കുന്നതിനായിട്ട് ഭീമമായിട്ടുള്ള തുക ആവശ്യമാണെന്നതിനാൽ അംഗരാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് പണം സമാഹരിക്കുക എന്ന പ്രായോഗിക തന്ത്രമാണ് ഇതിന് പിന്നിലുള്ളത്. അമേരിക്കയുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനും പകരം മറ്റ് രാജ്യങ്ങളെ വികസന പങ്കാളികളാക്കി മാറ്റി ഗാസയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സ്ഥിരമായിട്ടുള്ള ഒരു ഫണ്ട് ഉറപ്പാക്കാനും ഈ നിബന്ധന ലക്ഷ്യമിടുന്നു. ഈ നിബന്ധന അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഗാസയുമായിട്ട് അടുത്ത ബന്ധമുള്ളതും മാനുഷിക സഹായങ്ങൾ നൽകുന്നതുമായിട്ടുള്ള പല വികസ്വര രാജ്യങ്ങൾക്കും ഇത്രയും വലിയ തുക നൽകാൻ കഴിയാതെ വരുന്നതോടെ അവർക്ക് സമിതിയിൽ ശബ്ദമില്ലാതാകും. ഇത് ഗാസയുടെ ഭാവി നിശ്ചയിക്കുന്നതിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിക്ക് വിരുദ്ധമാണ്. ഈ നീക്കത്തിലൂടെ ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. പണം നിക്ഷേപിക്കുന്ന രാജ്യങ്ങൾക്ക് ഗാസയിലെ ഭാവി പ്രോജക്റ്റുകളിൽ മുൻഗണന നൽകുക വഴി വിദേശ നിക്ഷേപത്തെ ഭരണകൂടത്തിന്റെ സുരക്ഷാ കവചമാക്കി മാറ്റുക. ഗാസയുടെ സാമ്പത്തികവും ഭരണപരമായിട്ടുള്ള ഉത്തരവാദിത്തം അമേരിക്കയിൽ നിന്ന് മറ്റ് ആഗോള ശക്തികളിലേക്ക് കൂടി വിഭജിച്ച് നൽകുക. ഗാസയുടെ പുനർനിർമ്മാണത്തിന് വിപുലമായിട്ടുള്ള അന്താരാഷ്ട്ര പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്ന തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളാണ് ഇനി ഞാൻ പറയുന്നത്. ഗാസയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വീണ്ടെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഭീമമായ തുക അമേരിക്ക ഒറ്റയ്ക്ക് വഹിക്കുന്നതിന് പകരം അത് സമ്പന്നമായിട്ടുള്ള അറബ് രാജ്യങ്ങളുമായിട്ടും പാശ്ചാത്യ ശക്തികളുമായിട്ടും പങ്കിടുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിലൂടെ അമേരിക്കൻ നികുതിദായകരുടെ പണം ലാഭിക്കാനും അതേസമയം ഗാസയിലെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും സാധിക്കുമെന്ന് ട്രംപ് ഭരണകൂടം കണക്കുകൂട്ടുന്നു. ഗൾഫ് രാജ്യങ്ങളെ പോലെ സമ്പന്ന അറബ് രാഷ്ട്രങ്ങളെ സമിതിയുടെ ഭാഗമാക്കുന്നതിലൂടെ ഗാസയിലെ ഭരണ സംവിധാനത്തിന് പ്രാദേശികമായിട്ടുള്ള അംഗീകാരവും സാംസ്കാരികമായിട്ടുള്ള സ്വീകാര്യതയും ലഭിക്കുന്നു. പുനർനിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള നിക്ഷേപങ്ങൾക്കൊപ്പം ഗാസയിലെ ജനതയുമായിട്ടുള്ള ആശയവിനിമയത്തിനും നയതന്ത്ര ബന്ധങ്ങൾക്കും ഈ രാജ്യങ്ങളുടെ സാന്നിധ്യം നിർണായകമാണ്. യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ പാശ്ചാത്യ ശക്തികളെ സമിതിയിൽ ഉൾപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഈ സംവിധാനത്തിന് നിയമസാധുത നൽകുന്നു. സാങ്കേതിക സഹായം, ഭരണപരമായിട്ടുള്ള വൈദഗ്ധ്യം, ജനാധിപത്യ സ്ഥാപനങ്ങളുടെ നിർമ്മാണം എന്നിവയിൽ ഈ രാജ്യങ്ങളുടെ പങ്കാളിത്തം ഗാസയുടെ ദീർഘകാല സ്ഥിരതയ്ക്ക് സഹായകമാകും. ഗാസയിലെ സുരക്ഷയും രാഷ്ട്രീയ സ്ഥിരതയും കേവലം അമേരിക്കക്കാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഒരു വലിയ സഖ്യത്തെ ഇതിന്റെ ഭാഗമാക്കുന്നതിലൂടെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രാഷ്ട്രീയ വെല്ലുവിളികളോ പ്രതിസന്ധികളോ നേരിടുന്നതിലും
എല്ലാ രാജ്യങ്ങൾക്കും തുല്യമായ ഉത്തരവാദിത്തമുണ്ടാകും. സാമ്പത്തിക പങ്കാളിത്തത്തിലൂടെ ഗാസയെ ഒരു സംഘർഷ മേഖലയിൽ നിന്ന് ആഗോള നിക്ഷേപ താല്പര്യമുള്ള ഒരു മേഖലയാക്കി മാറ്റാൻ ഈ തന്ത്രം ലക്ഷ്യമിടുന്നു. ഇതിലൂടെ മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്ക് ഗാസയിലെ സമാധാനത്തിൽ വ്യക്തമായ സ്റ്റേക്ക് ഉണ്ടാകുമെന്ന് ബോർഡ് ഉറപ്പാക്കുന്നു. ഇന്ത്യയുടെ ആശങ്കകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ബഹുരാഷ്ട്രവാദത്തോടുള്ള പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ് ടു മൾട്ടിലാറ്ററലിസം. അന്താരാഷ്ട്ര തർക്കങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള പരിഹാരങ്ങളെയാണ് ഇന്ത്യ എന്നും അനുകൂലിക്കുന്നത്. ട്രംപ് വിഭാവനം ചെയ്യുന്ന ബോർഡ് UN മറികടന്ന് രൂപീകരിക്കുന്നത് ഒന്നായതുകൊണ്ട് തന്നെ ഇത് ആഗോളതലത്തിൽ നിലവിലുള്ള ബഹുരാഷ്ട്ര നയതന്ത്ര സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുമെന്ന് ഇന്ത്യ കരുതുന്നു. UN ചട്ടക്കൂടിന്റെ പ്രാധാന്യം സമാധാന സേനയെ വിന്യസിക്കുന്നതിലോ ഒരു പ്രദേശത്ത് ഭരണപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിലോ UN സെക്യൂരിറ്റി കൗൺസിലിന്റെ മേൽനോട്ടം ഇന്ത്യ അനിവാര്യമായി തന്നെ കാണുന്നു. ട്രംപിന്റെ ബോർഡ് അത്തരം ആഗോള മേൽനോട്ടമില്ലാതെ ഏതാനും സമ്പന്ന രാജ്യങ്ങളുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നായി മാറിയേക്കാം എന്ന ആശങ്ക ഇന്ത്യക്കുണ്ട്. സാമ്പത്തിക നിബന്ധനകളിലെ വിയോജിപ്പ്. അംഗത്വത്തിന് $1 ബില്യൺ എന്ന നിബന്ധന ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ പ്രാധാന്യം എന്ന തത്വത്തിന് വിരുദ്ധമാണ്. വികസ്വര രാജ്യങ്ങളുടെയും ഗ്ലോബൽ സൗത്തിന്റെയും ശബ്ദമായിട്ട് സ്വയം അടയാളപ്പെടുത്തുന്ന ഇന്ത്യയെ സംബന്ധിച്ച് പണം നൽകുന്നവർക്ക് മാത്രം തീരുമാനമെടുക്കാനുള്ള അധികാരം നൽകുന്ന ഇത്തരം വിവേചനപരമായിട്ടുള്ള രീതികൾ അംഗീകരിക്കാൻ പ്രയാസം തന്നെയാണ്. ഗാസയിലെ മാനുഷികവും രാഷ്ട്രീയപരമായിട്ടുള്ള വശം UN ഏജൻസിയായ UNRWA വഴിയുള്ള സഹായങ്ങൾക്കും പലസ്തീൻ ജനതയുടെ സ്വയം നിർണയ അവകാശത്തിനും ഇന്ത്യ നൽകുന്ന പിന്തുണ UN പ്രമേയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ട്രംപിന്റെ ബോർഡ് മാനുഷിക വശങ്ങളെക്കാൾ കൂടുതൽ ബിസിനസ് നിക്ഷേപ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു എന്ന വിമർശനം ഇന്ത്യ ഉന്നയിക്കുന്നു. മറ്റൊരു കാര്യമാണ് നയതന്ത്ര സന്തുലിതാവസ്ഥ. അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുമ്പോഴും അന്താരാഷ്ട്ര നിയമങ്ങളെയും UN ചാർട്ടറിനെയും ലംഘിച്ചുകൊണ്ടുള്ള ഏതൊരു നീക്കത്തെയും ഇന്ത്യ ജാഗ്രതയോടെയാണ് കാണുന്നത്. ഗാസയുടെ പുനർനിർമ്മാണത്തിൽ ഇന്ത്യ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് UN അംഗീകാരമുള്ള ഒരു അന്താരാഷ്ട്ര സംവിധാനത്തിലൂടെ ആയിരിക്കണമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. പാകിസ്ഥാൻ ഈ ബോർഡിൽ അംഗമാകാൻ സമ്മതം മൂളിയത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ്. ഈ നീക്കത്തെ ഇന്ത്യ ജാഗ്രതയോടെ വീക്ഷിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇനി പറയുന്നത്. അന്താരാഷ്ട്ര വേദികളിലെ ദുരുപയോഗം. ഗാസയുടെ പുനർനിർമ്മാണത്തിനായി രൂപീകരിച്ച ഈ വേദിയെ കാശ്മീർ പോലുള്ള ഉദയകക്ഷി വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു വേദിയായി പാകിസ്ഥാൻ മാറ്റിയേക്കാം എന്ന ആശങ്ക ഇന്ത്യക്കുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ ലഭിക്കാൻ ഇത്തരം ബോർഡുകളെ പാകിസ്ഥാൻ മുമ്പും ഉപയോഗിച്ചിട്ടുള്ളതിനാൽ ഈ ബോർഡിന്റെ അധികാരം ഗാസയ്ക്ക് പുറത്ത് വ്യാപിപ്പിക്കുന്നത് ഇന്ത്യക്ക് ഭീഷണി തന്നെയാണ്. ഉദയകക്ഷി വിഷയങ്ങളിലെ ബാഹ്യ ഇടപെടൽ. കാശ്മീർ വിഷയം ഇന്ത്യയും പാകിസ്ഥാനും മാത്രം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒന്നാണെന്ന് ഇന്ത്യയുടെ ഉറച്ച നിലപാട്. എന്നാൽ $1 ബില്യൺ നൽകി അംഗത്വം നേടുന്ന രാജ്യങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഈ ബോർഡിനെ ഉപയോഗിച്ച് കാശ്മീർ വിഷയത്തിൽ ഒരു മൂന്നാകക്ഷി ഇടപെടലിന് പാകിസ്ഥാൻ ശ്രമിച്ചേക്കാം എന്ന ഇന്ത്യയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. നയതന്ത്ര സ്വാധീനത്തിനായിട്ടുള്ള മത്സരം അറബ് രാജ്യങ്ങളുമായും അമേരിക്കയുമായും ഒരേ സമയം ബന്ധം മെച്ചപ്പെടുത്താൻ പാകിസ്ഥാൻ ഈ ബോർഡിനെ ഉപയോഗിക്കുന്നുണ്ട്. പണം നൽകി ബോർഡിന്റെ തീരുമാനമെടുക്കുന്ന അധികാരത്തിൽ പാകിസ്ഥാൻ ഇടം പിടിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യക്കുള്ള സ്വാധീനത്തെയും തന്ത്രപരമായിട്ടുള്ള താല്പര്യങ്ങളെയും പ്രതികൂലമായി തന്നെ ബാധിച്ചേക്കാം. ബോർഡിന്റെ അധികാര പരിധിയിലെ അവ്യക്തത. ട്രംപ് മുന്നോട്ട് വെച്ച ഈ ബോർഡിന്റെ നിയമപരമായിട്ടുള്ള അധികാര പരിധി എവിടെ വരെയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സമാധാന പാലനം എന്ന പേരിൽ ഭാവിയിൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ തർക്കങ്ങളിലും ഈ സമിതി ഇടപെടാൻ തുടങ്ങിയാൽ അത് ഇന്ത്യയുടെ പരമാധികാരത്തെ ബാധിക്കുമെന്ന തീരുമാനങ്ങളിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക ഇന്ത്യക്കുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയുടെ മാത്രം ഭാഗമാകുന്നത് ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന് വിരുദ്ധമാണ്. ലോകം ഒരു ശക്തി കേന്ദ്രത്തിന് ചുറ്റും മാത്രം കറങ്ങുന്നതിന് പകരം പല ശക്തി കേന്ദ്രങ്ങൾ നിലനിൽക്കുന്ന ഒരു ആഗോള ക്രമമാണ്, അല്ലെങ്കിൽ ഒരു മൾട്ടിപോളാർ വേൾഡ് ആണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അതിനാൽ ട്രംപിന്റെ ബോർഡ് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് മാത്രം സംരക്ഷിക്കുന്ന ഒന്നായി മാറിയാൽ ഇന്ത്യ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധ്യതയുണ്ട്. ബ്രിക്സ്, അതുപോലെ തന്നെ SCO തുടങ്ങിയ സംഘടനകളിൽ ഇന്ത്യ റഷ്യയോടും ചൈനയോടും ഒപ്പം പ്രവർത്തിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ ഈ രാജ്യങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് അമേരിക്ക രൂപീകരിക്കുന്ന ഒരു ബോർഡിന്റെ ഭാഗമാകുന്നത് റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ ദീർഘകാല ബന്ധത്തെ ബാധിച്ചേക്കാം. ചൈനയുടെ സ്വാധീനത്തെ പ്രതിരോധിക്കുമ്പോഴും ഏഷ്യൻ മേഖലകളിലെ തർക്കങ്ങളിൽ ഒരു അമേരിക്കൻ പക്ഷപാതിയായിട്ട് കാണപ്പെടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. വികസ്വര രാജ്യങ്ങളുടെയും ദരിദ്ര രാജ്യങ്ങളുടെയും ശബ്ദമായിട്ട് മാറാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. $1 ബില്യൺ നിക്ഷേപിക്കാൻ കഴിയാത്ത രാജ്യങ്ങളെ പുറന്തള്ളുന്ന ട്രംപിന്റെ ബോർഡ് പാവപ്പെട്ട രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഇത്തരം വിവേചനപരമായിട്ടുള്ള നയങ്ങളെ പിന്തുണയ്ക്കുന്നത് ഗ്ലോബൽ സൗത്തിന് നേതൃത്വം നൽകാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നാണ് ഇന്ത്യ കരുതുന്നത്. ഇസ്രായേലുമായും പലസ്തീനുമായിട്ടും ഒരേപോലെ നല്ല ബന്ധം പുലർത്തുന്ന
ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അമേരിക്കയുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ബോർഡിന്റെ ഭാഗമായാൽ ഒരു നിഷ്പക്ഷ മധ്യസ്ഥൻ എന്ന നിലയിലുള്ള ഇന്ത്യയുടെ വിശ്വാസ്യത നഷ്ടപ്പെടും. റഷ്യ ഉൾപ്പെടെയുള്ള ആഗോള ശക്തികളുടെ പങ്കാളിത്തമുള്ള ഒരു സംവിധാനത്തിലൂടെ മാത്രമേ ശാശ്വതമായിട്ടുള്ള സമാധാനം സാധ്യമാകൂ എന്നതാണ് ഇന്ത്യയുടെ പക്ഷം. അമേരിക്കയുമായി പ്രതിരോധ സാങ്കേതിക മേഖലകളിൽ സഹകരിക്കുമ്പോഴും ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടുള്ള ഒരു ഉടമ്പടിക്കും ഇന്ത്യ തയ്യാറാവില്ല. ഈ ബാലൻസിംഗ് ആക്ട് ഇന്ത്യയുടെ നയതന്ത്ര കരുത്തിന്റെ അടയാളം തന്നെയാണ്. ട്രംപിന്റെ ഗാസ ബോർഡിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാടിനെ സംബന്ധിച്ച ഈ വിശകലനം ഈ പറയുന്ന രീതിയിൽ നമുക്ക് ചുരുക്കാം. നയതന്ത്രപരമായിട്ടുള്ള സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ബാലൻസ്. പ്രധാനമന്ത്രി മോദിയും ട്രംപുമുള്ള വ്യക്തിപരമായ സൗഹൃദവും ഇന്ത്യ അമേരിക്ക തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തവും പരിഗണിക്കുമ്പോൾ പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നത് സ്വാഭാവികമാണ്. എന്നാൽ $1 ബില്യൺ നിബന്ധനയും UN അവഗണിക്കുന്ന രീതിയും ഇന്ത്യയുടെ ദീർഘകാല വിദേശ നയത്തിന് വെല്ലുവിളിയാണ്. ഇന്ത്യയുടെ ഈ ജാഗ്രത കലർന്ന സമീപനം വെയിറ്റ് ആൻഡ് വാച്ച് രീതി എന്നാണ് പറയുന്നത്. ആഗോളതലത്തില് ഇന്ത്യയുടെ വിശ്വാസ്യത നിലനിർത്താൻ സഹായിക്കും. ബോർഡിൽ പാകിസ്ഥാൻ അംഗമായിട്ടുള്ള സാഹചര്യത്തില് അവിടെ ഇന്ത്യയുടെ അസാന്നിധ്യം പാകിസ്ഥാന് മേൽക്കൈ നൽകുമോ എന്ന ഭയം ഒരു വിഭാഗത്തിനുണ്ട്. എന്നാൽ ഇത്തരം ഒരു ബോർഡിനെ അന്താരാഷ്ട്ര സമൂഹം എത്രത്തോളം അംഗീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ അടുത്ത നീക്കം. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: പാകിസ്ഥാൻ ഈ ബോർഡിൽ ചേർന്ന സാഹചര്യത്തില് ഇന്ത്യയും ഇതിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനെ പ്രതിരോധിക്കണമോ? ഒന്ന് കമന്റ് ചെയ്യണേ. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെക്കുറിച്ചും UN പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ അഭിനവ് ജോസ് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.